ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള എപ്പിക്സുകളിൽ വെച്ചിട്ട് ഒരുപക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും ഡിഫറൻറ്റുമായിട്ടുള്ള സ്റ്റോറിയാണ് ഇതിൽ വരുന്നത്. നമ്മളിവിടെ അതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ദി ഇൻട്രൊഡക്ഷൻ ടു ഗിൽഗമേഷ്, ദ പവർഫുൾ ആൻഡ് അരോഗൻറ്റ് കിങ് ഓഫ് ഉറൂക്ക്. അപ്പോൾ ഇതിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഗിൽഗമേഷ് എന്നു പേരുള്ള ഒരു രാജാവിനെ പരിചയപ്പെടുത്തുകയാണ്. ഉരൂക്ക് എന്നു പേരുള്ള രാജ്യത്ത് ഇയാൾ വളരെ ശക്തനായിട്ടുള്ള ഒരാളായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശക്തനാണെങ്കിലും ആൾ അരോഗൻ്റ് ആണ്, അതായത് അവിവേകിയായിട്ടുള്ള ഒരാളാണ് ഈ ഗിൽഗമേഷ് എന്ന് പറയുന്ന രാജാവ്. ഗിൽഗമേഷ് ഒപ്രസീവ് റൂൾ ലീഡിങ് ടു കംപ്ലയിൻറ്റ്സ് ഫ്രം ഹിസ് പീപ്പിൾ. അങ്ങനെ ഈ അതിശക്തനായിട്ടുള്ള ഗിൽഗമേഷ് ആളുകളെ അടിച്ചമർത്തിക്കൊണ്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ ഇയാളുടെ ഭരണത്തിന് പൊറുതിമുട്ടിയിട്ടുള്ള ജനങ്ങൾ ഇയാളെക്കുറിച്ച് ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ ഫോറസ്റ്റ് ജേണി. ദ ഗോഡ്സ് ക്രിയേറ്റ് എങ്കിഡു, എ വൈൽഡ് മാൻ, ടു ഹംബിൾ ഗിൽഗമേഷ്. അപ്പോൾ ഗിൽഗമേഷ് കരുതുന്നത് താനാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ആൾ, അതിൻ്റെ അഹങ്കാരത്തിലാണ് ഇങ്ങനെ ഭരണം നടത്തുന്നത്. അപ്പോൾ ദൈവങ്ങൾ തീരുമാനിക്കുന്നു ഇയാളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തനായിട്ടുള്ള ഒരു ആളെ സൃഷ്ടിച്ചിട്ട്, ഒരു എങ്കിഡു എന്ന് പേരുള്ള ഒരു വളരെ വൈൽഡായിട്ടുള്ള ശക്തനായ ഒരാളെ സൃഷ്ടിച്ചിട്ട് ഇയാളുടെ അടുത്തേക്ക് പറഞ്ഞിരിക്കുകയാണ് അയാളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എങ്കിഡു ആൻഡ് ഗിൽഗമേഷ് ബിക്കം ഫ്രണ്ട്സ് ആഫ്റ്റർ എ ഫിയേഴ്സ് ബാറ്റിൽ. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. വളരെ വാശിയേറിയ ഒരു യുദ്ധം ഇവർ തമ്മിൽ നടക്കുന്നു. രണ്ടുപേരും അവരുടെ ശക്തിയൊക്കെ പ്രകടിപ്പിക്കുന്നു. അവസാനം ഇവർ രണ്ടുപേരും പരസ്പരം ശക്തരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ സുഹൃത്തുക്കളാവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ദൈവങ്ങളുടെ പദ്ധതി അവിടെ നടപ്പിലാവാതെ വരുന്നു. ഹുംബാബ ദ ടെറിബിൾ. അങ്ങനെ ദൈവങ്ങൾ എങ്കിഡുവിനെ സൃഷ്ടിച്ചത് ഈ ഗിൽഗമേഷിൻ്റെ അഹങ്കാരം കുറയ്ക്കാനാണെങ്കിലും അത് പിന്നീട് അവർക്കൊരു തലവേദനയായിട്ട് വരികയാണ്. കാരണം ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചപ്പോൾ പിന്നീട് നടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരെയും തോൽപ്പിക്കാൻ ലോകത്ത് ആരാണുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ ലോകം മുഴുവൻ അഴിഞ്ഞാടുന്നതാണ്. ഗിൽഗമേഷ് ആൻഡ് എങ്കിഡു ഡിസൈഡ് ടു പ്രൂവ് ദെയർ സ്ട്രെങ്ത് ബൈ ജേർണിങ് ടു ദ സെദാർ ഫോറസ്റ്റ്. അങ്ങനെ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ സെദാർ എന്ന പേരുള്ള ഒരു കാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ദ ഫേസ് ആൻഡ് ഡിഫീറ്റ് ഹുംബാബ, ദ ഗാർഡിയൻ ഓഫ് ദ ഫോറസ്റ്റ്. അവിടെ ചെന്നിട്ട് ആ കാടിൻ്റെ ഗാർഡിയൻ ആയിട്ടുള്ള ഹുംബാബയെ അവർ പരാജയപ്പെടുത്തുന്നു. ഇഷ്താർസ് പ്രപ്പോസൽ. ഇഷ്താർ, ദ ഗോഡസ് ഓഫ് ലവ്, പ്രപ്പോസസ് ടു ഗിൽഗമേഷ് ബട്ട് ഹി റിജക്ട്സ് ഹെർ. ഇങ്ങനെ ഇയാളുടെ ശക്തി കണ്ട് ആകൃഷ്ടയായിട്ട് ഇഷ്താർ എന്ന പേരുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ദേവത ഇയാളോട് ഒരു പ്രണയാഭ്യർത്ഥന നടത്തുന്നു. പക്ഷേ ഗിൽഗമേഷ് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഷ്താർ സീക്സ് റിവെഞ്ച് ആൻഡ് ദ ബുൾ ഓഫ് ഹെവൻ ഈസ് സെൻറ്റ് ടു പനിഷ് ഗിൽഗമേഷ്. അങ്ങനെ തൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള നിരാശയും ദേഷ്യവും മൂലം ഗിൽഗമേഷിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ദേവത തീരുമാനിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കാളയെ ഗിൽഗമേഷിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറഞ്ഞയക്കുന്നു. ദ ഡെത്ത് ഓഫ് എങ്കിഡു. അങ്ങനെ ഈ സ്വർഗത്തിൽ നിന്ന് വന്ന കാളയനെയും ഇവർ പരാജയപ്പെടുത്തി അതിനെയും കൊല്ലുകയാണ്. എങ്കിഡു ഫോൾസ് ഇൽ ആൻഡ് ഡൈസ് ആസ് പനിഷ്മെൻറ്റ് ഫോർ കില്ലിംഗ് ഹുംബാബ ആൻഡ് ദ ബുൾ ഓഫ് ഹെവൻ. അങ്ങനെ കാടിൻ്റെ ഗാർഡിയനായിട്ടുള്ള ഹുംബാബയേനെയും ഈ ദൈവത സ്വർഗത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാളയേനെയും കൊന്നതിൻ്റെ ശിക്ഷയായിട്ട് എങ്കിഡു അസുഖം ബാധിച്ചുകൊണ്ട് മരിച്ചു പോകുന്നു. ഗിൽഗമേഷ് മോൺസ് എങ്കിഡൂസ് ഡെത്ത് ആൻഡ് ബിക്കംസ് ഒബ്സസ്ഡ് വിത്ത് ദ ഫിയർ ഓഫ് ഹിസ് ഓൺ മൊർട്ടാലിറ്റി. ഇവിടുന്നാണ് കഥയുടെ വഴിത്തിരിവ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇയാളുടെ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ഈ സുഹൃത്ത് എങ്കിഡു മരിച്ചുപോയി. ഈ സുഹൃത്ത് മരിച്ചു പോകുന്ന സമയത്ത് ഗിൽഗമേഷ് ചിന്തിക്കുന്നത് ഒരു ദിവസം ഞാനും മരിച്ചു പോകുമല്ലോ എന്നാണ്. അങ്ങനെ ഗിൽഗമേഷിന് മരണത്തിനോടുള്ള ഭയം പിടികൂടുകയാണ്. ദ സെർച്ച് ഫോർ ഇമ്മോർട്ടാലിറ്റി. ഡിസ്ട്രോയ്ഡ് ബൈ ദ ഡെത്ത് ഓഫ് എങ്കിഡു, ഗിൽഗമേഷ് എംബാർക്സ് ഓൺ എ ക്വസ്റ്റ് ഫോർ ഇറ്റേണൽ ലൈഫ്. അപ്പോൾ എങ്കിഡു മരിച്ചു പോയതിനു ശേഷം ഗിൽഗമേഷ് പിന്നെ എങ്ങനെയെങ്കിലും ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അനശ്വരത, അതായത് മരണമില്ലാത്ത ജീവിതം നേടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് പിന്നീട് ഗിൽഗമേഷ് നടത്തുന്നത്. മീറ്റ്സ് ഉത്നപിഷ്ടിൻ, ദ സർവൈവർ ഓഫ് ദ ഗ്രേറ്റ് ഫ്ലഡ്, ഹൂ ടെൽസ് ഹിം ദ സ്റ്റോറി ഓഫ് ദ ഫ്ലഡ്. അങ്ങനെ ഇയാൾ പോയിട്ട് കാണുന്നത് ഉത്നപിഷ്ടിം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അത് ഏറെക്കുറെ നമ്മുടെ ബൈബിളിലെ നോഹ എന്ന് പറയുന്ന കഥാപാത്രത്തിന് സമാനമാണ്. അതായത് ഭൂമിയിൽ മനുഷ്യരുടെ തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ദൈവങ്ങൾ മഹാപ്രളയം ഉണ്ടാക്കിയ സമയത്ത് ഈ
ഉത്നപിഷ്ടിം ആണ് അതിൽ അതിജീവിക്കുന്നത്. ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് അയാളും അയാളുടെ കുടുംബവും അതുപോലെ കുറച്ച് മൃഗങ്ങളൊക്കെ കൂടിയിട്ട് അവർ മാത്രം രക്ഷപ്പെടുക എന്നുള്ളതാണ് ആ ഒരു കഥയിൽ പറയുന്നത്. അപ്പോൾ ആ മഹാപ്രളയത്തെ അതിജീവിച്ച ആൾ എന്നുള്ള രീതിയിൽ അയാളെ പോയി കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഈ ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അനശ്വരത നേടുക എന്നുള്ള കാര്യമാണ് ഗിൽഗമേഷ് അന്വേഷിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് ദ ഫ്ലഡ്. Utnapishtim recounts the gods' decision to destroy humanity with a flood. അപ്പോൾ മഹാപ്രളയത്തിൻ്റെ കഥ അവിടെ വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് മനുഷ്യരുടെ തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഈ ഭൂമി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാപ്രളയം ഉണ്ടാക്കിയ കഥയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിലെ സ്റ്റോറിയുമായിട്ട് സിമിലർ ആണ്. Describes the building of the ark, the flood, and the granting of immortality to him and his wife. അങ്ങനെ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കിയതും ആ പെട്ടകത്തിൽ അയാളും അയാളുടെ കുടുംബവും അതുപോലെ തന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ കയറ്റി രക്ഷപ്പെട്ട കഥയും അതുപോലെ തന്നെ ഇയാൾക്കും ഇയാളുടെ ഭാര്യയ്ക്കും ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അനശ്വരത ലഭിച്ച കാര്യമൊക്കെ ഇവിടെ പറയുന്നു. The plant of immortality. Gilgamesh learns of a plant that can grant immortality. അങ്ങനെ ഗിൽഗമേഷ് മനസ്സിലാക്കുകയാണ്, ഒരു ചെടിയുണ്ട്, ആ ചെടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനശ്വരത ലഭിക്കും, അതായത് മരണമില്ലാതെ ജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ആ ചെടി അന്വേഷിച്ചുകൊണ്ട് ഗിൽഗമേഷ് പോവുകയാണ്. റിട്രീവ്സ് ദ പ്ലാന്റ് ഫ്രം ദ ബോട്ടം ഓഫ് ദ സീ ബട്ട് ലോസസ് ഇറ്റ് ടു എ സർപ്പന്റ്. അങ്ങനെ കടലിൻ്റെ അടിത്തട്ടിലാണ് ആ ചെടി ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഗിൽഗമേഷ് പോയിട്ട് ആ ചെടിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ചെടി അയാൾക്ക് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല. വരുന്ന വഴിക്ക് ഒരു സർപ്പം ആ ചെടി എടുത്തുകൊണ്ട് പോയിട്ട് അയാൾക്കത് നഷ്ടപ്പെടുന്നു. ദ ഡെത്ത് ഓഫ് ഗിൽഗമേഷ്. റിട്ടേണിംഗ് ടു ഉറൂക്ക്, ഗിൽഗമേഷ് കണ്ടംപ്ലേറ്റ്സ് ദ മീനിങ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. അങ്ങനെ ആ ചെടി നഷ്ടപ്പെട്ടിട്ട് വെറും കൈയോട് കൂടിയിട്ട് ആ ഉറൂക്ക് എന്നുള്ള രാജ്യത്തേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഗിൽഗമേഷ് ജീവിതത്തെയും മരണത്തെയും അതിൻ്റെയൊക്കെ അർത്ഥത്തെയും കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്. അക്സെപ്റ്റ് ഹിസ് മോർട്ടാലിറ്റി ആൻഡ് ദി ഇനെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. അങ്ങനെ ഗിൽഗമേഷ് അവസാനം മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്നും അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും നിവൃത്തിയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ദ സ്റ്റോറി ഓഫ് ദ ഗ്രേറ്റ് ഫ്ലഡ്. A different account of the flood is presented by സിദൂരി ദി അലൈവൈഫ്. സിദൂരി എന്ന് പേരുള്ള ഒരു കഥാപാത്രം. അലൈവൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്രമൊക്കെ നടത്തുന്ന ഒരു നടത്തിപ്പുകാരിയാണ്. അവർ ഈ പ്രളയത്തിൻ്റെ കഥ വീണ്ടും അവിടെ അവസാന ഘട്ടത്തിൽ ആവർത്തിക്കുന്നുണ്ട്. എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻജോയിങ് ലൈഫ് ഡിസ്പൈറ്റ് ഇറ്റ്സ് ബ്രെവിറ്റി. അപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ്, ജീവിതം വളരെ നശ്വരമാണ്, ചെറുതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ആസ്വദിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. പൊതുവിൽ നമുക്ക് ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ നിന്ന് മനസ്സിലാവുന്ന സന്ദേശവും അത് തന്നെയാണ്. അതായത് ജീവിതം വളരെ ചെറുതാണ്, അത് കാരണം കൊണ്ട് ജീവിതം ആസ്വദിക്കുക, ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളൊരു സന്ദേശമാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ് നമുക്ക് നൽകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളിതിൽ നോട്ട്സ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാം. ഇതിലെ മറ്റ് എപ്പിക്കുകളെല്ലാം ചേർത്തുകൊണ്ട് ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ നോട്ട്സിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നോട്ട്സിൻ്റെ വീഡിയോ ലഭിക്കും. നിങ്ങൾക്ക് മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സജഷൻസും പറയുക. ഈ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.